ഇനി ഒരു നീതിസാരം പറയാം. നീതിസാരം എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയിൽ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് നീതിസാരം എന്ന് പറഞ്ഞാൽ അറിയില്ലായിരിക്കും. എന്തായാലും ആവശ്യമുള്ളവർ കേൾക്കുക. സ്നാതമശ്വം ഗജം മത്തം. സ്നാതമശ്വം എന്ന് പറഞ്ഞാൽ സ്നാതം കുളിയാണ്. സ്നാനം സ്നാതം എന്ന് പറഞ്ഞാൽ കുളി എന്നാണ്. സ്നാതമശ്വം, അശ്വം കുതിര. സ്നാതമശ്വം കുളിച്ച് കയറി വരുന്ന കുതിര. ഗജം മത്തം, മത്ത് പിടിച്ച ആന എന്ന് പറഞ്ഞാൽ മതം പൊട്ടി വരുന്ന ആന. കുളിച്ച് കയറി വരുന്ന കുതിരയുടെ അടുക്കരുതെന്നാണ്. അതിന് എനർജി കൂടുതലായിരിക്കും, ഉപദ്രവിക്കും എന്നർത്ഥം. അതുപോലെ മതം പൊട്ടി വരുന്ന ആനയും അതിൻ്റെ അടുക്കരുതാണ്. അടുത്താൽ ആപത്താണ്. അവയും അകറ്റി നിർത്തണമെന്ന് അർത്ഥം. വൃഷഭം കാമമോഹിതം. വൃഷഭം കാള എന്നാണ് അർത്ഥം. വൃഷഭം കാമമോഹിതം, കാമിച്ചു, ആഗ്രഹിച്ചു എന്നർത്ഥം. കാമിച്ചു. പശുവിൻ്റെ പിൻപേ ഗമിക്കുന്ന കാള, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വൃഷഭം കാമമോഹിതം, അതിൻ്റെ അടുക്കരുത്. നമ്മൾ അവയും അകറ്റി നിർത്തണം എന്നാണ്. ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജയേൽ. ശൂദ്രന്മാർ അക്ഷരജ്ഞാനമുണ്ടായാൽ, അതായത് വിദ്യാഭ്യാസം ചെയ്ത അറിവ് നേടിയാൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അവരെയും അകറ്റി നിർത്തണം എന്നാണ് സാരം. ഓക്കെ. അതായത് സ്നാതമശ്വം ഗജം മത്തം ഋഷഭം കാമമോഹിതം ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജയേൽ എന്നാണ്.